ഹായ് മക്കളെ, വെൽക്കം ടു ആർക്കേനെക്സ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് നമ്മൾ വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ് പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്, വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ്. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് പറയേണ്ടത് എന്താണ് വർക്ക് ഡൺ. വർക്ക് ഡൺ സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് വർക്ക് ഡൺ ഈക്വൽ ടു ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാറാണ് നമ്മൾ ചെയ്യാറുള്ളത്. എഫ് ഡോട്ട് എസ്. ഓക്കെ, എഫ് ഡോട്ട് എസ് അല്ലെങ്കിൽ ഇടക്കുള്ള ആംഗിളും അറിയുമെങ്കിൽ എഫ് എസ് കോസ് തീറ്റ, ഇങ്ങനെയാണ് ചെയ്യുക. ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സിനാണ്. വാരിയബിൾ ഫോഴ്സിന് ഇതില്ല നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്, ഫോഴ്സും അറിയാം ഡിസ്പ്ലേസ്മെന്റും അറിയാമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ ചെയ്യും. എന്നാൽ വാരിയബിൾ ഫോഴ്സ് വരുമ്പോൾ, വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വർക്ക് ഡൺ ബൈ വാരിയബിൾ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇന്റഗ്രൽ എഫ് ഡി എക്സ് ആണ്. ശരിക്കും എഫ് ഡോട്ട് ഡി എക്സ് ആണ്, പക്ഷെ എഫ് ഡി എക്സ് ആണ് സാധാരണ ഉണ്ടാവാറുള്ളത് എപ്പോഴും. ഓക്കെ, ഒരേ ഡയറക്ഷനിലുള്ളതാണ് തരാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വർക്ക് ഡൺ വാരിയബിൾ ഫോഴ്സ് വരുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, ഇതില് ഈ ഇന്റഗ്രൽ എഫ് ഡി എക്സ് ഇന്റഗ്രേഷൻ നിങ്ങൾ +2 മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്. അതിനകത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നത് ശരിക്ക് ഗ്രാഫിന്റെ ഏരിയ ആയിരിക്കും. ഇവിടെ എന്താ ഉള്ളത്? ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും അല്ലേ അത്? അപ്പൊ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും കൂടെ ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫിന്റെ ഏരിയ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ കിട്ടുന്നതാണ് അതിനർത്ഥം. അതും കൂടെ നമുക്ക് ഇവിടെ നിന്ന് എഴുതി വെക്കാം. ഓക്കെ, എന്താ എഴുതേണ്ടത് നോക്കിക്കോ. ഏരിയ അണ്ടർ ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ഗിവ്സ് വർക്ക് ഡൺ. മറന്നു പോകരുത്. ഇനി ഇതൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യണം. എങ്ങനെയാണ് വാരിയബിൾ ഫോഴ്സിന്റെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യലെന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. എ പൊസിഷൻ ഡിപെൻഡന്റ് ഫോഴ്സ് F is equal to 6 plus 8x minus 3x square Newton acts on a small body of mass 3 kilogram, displaces it from x equal to 0 to x is equal to 2 meter. The work done in joules. ഇവിടെ തന്നത് ഒരു ഫോഴ്സ് ആണ്. ഈ ഫോഴ്സ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റെഡിയല്ലേ? ഇത് വാരിയബിൾ ഫോഴ്സ് ആണ്. അതെങ്ങനെ മനസ്സിലായി? എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച്, പൊസിഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഫോഴ്സിന്റെ വാല്യൂ മാറും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. വാരിയബിൾ ഫോഴ്സ് ആകുമ്പോൾ എക്സിനെയോ ടൈമിനെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. റെഡി? അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എക്സിന്റെ വാല്യൂ 0 തൊട്ട് 2 വരെയാണ് എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി എക്സ് ചെയ്താൽ മതി. റെഡി? ഫോഴ്സ് എങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഫോഴ്സ് എന്താ തന്നിട്ടുള്ളത് നോക്ക്. ഫോഴ്സ് തന്നിട്ടുള്ളത് 6 plus 8x minus 3x square എന്നാണ് തന്നിട്ടുള്ളത്, ഇൻറ്റു ഡി എക്സ്. ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ലിമിറ്റ് കൊടുക്കണ്ടേ? ഇവിടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുക്കണം. ലോവർ ലിമിറ്റ് എന്താ ഉണ്ടാവുക, അപ്പർ ലിമിറ്റ് എന്താ ഉണ്ടാവുക? അത് എക്സിന്റെ വാല്യൂ. ഇവിടെ എക്സിനെ അല്ലേ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? എക്സിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0, എൻഡ് ചെയ്യുമ്പോൾ 2. അപ്പൊ 0 തൊട്ട് 2 വരെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 6ന് ഇന്റഗ്രേറ്റ് ചെയ്ത് എന്താ കിട്ടുക? 6ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ 6x പ്ലസ് 8 ഇൻറ്റു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് ബൈ 3. ഇതാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് 0 തൊട്ട് 2 വരെ. ഇവിടെ കട്ടായി പോകും, 4 വരും. ഇവിടെ കട്ടായി പോകും. ബാക്കിയുള്ളത് 6x പ്ലസ് 4x സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് 0 to 2. ഇതാണ്. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാലോ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 6 ഇൻറ്റു 2 പ്ലസ് 4 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 ക്യൂബ്. എടാ, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ അതിൽ എല്ലാ ടേമും 0 ആവില്ല, കാരണം എല്ലാത്തിലും എക്സ് ഉണ്ട്. ഇത് 0, ഇത് 0, ഇതും 0, മൈനസ് 0 ആണ് വരിക. അപ്പൊ ഇവിടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാലോ. 6 ഇൻറ്റു 2 12 പ്ലസ് 4 ഇൻറ്റു 4 അല്ലേ വരിക. അപ്പൊ 16 മൈനസ് 2 ക്യൂബ് 8.
ഇത് എത്രയാ വരിക? 16 മൈനസ് 8 എന്ന് പറഞ്ഞാൽ 8. 8 പ്ലസ് 12 എത്രയാ? 20. അപ്പൊ 20 ജൂളാണ് ആൻസർ വരിക. ഓപ്ഷൻ 1. റെഡി അല്ലേ? ഇങ്ങനെയാണ് വാരിയബിൾ ഫോഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എക്സിന്റെ ടേംസിലാണുള്ളത്. എല്ലാത്തിലും എക്സിന്റെ ടേംസിൽ തന്നെ ആവണം എന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിൽ വൈന്റെ ടേംസിലാണുള്ളത്. എക്സോ വൈയോ ആറോ എന്ത് വേണമെങ്കിലും തരാം. നമ്മൾ അതിനനുസരിച്ച് എന്താ ഇവിടെ കൊടുക്കുന്നത് ഈ ഡി എക്സ് എന്നുള്ളത് ഡി വൈ ആക്കേണ്ടി വരും. വൈ ഡയറക്ഷൻ ആകുമ്പോൾ അത്രേ ഉള്ളൂ. നോക്കിക്കോ അടുത്ത്. എ ഫോഴ്സ് എഫ് is equal to 20 plus 10y acts on a particle in the y direction where F is in Newton and y is in meter. The work done by this force to move the particle from y equal to 0 to y equal to 1 meter is. ഇവിടെ അതേപോലെ തന്നെ വാരിയബിൾ ഫോഴ്സ് ആണ്. y മാറുന്നതിനനുസരിച്ച് വാല്യൂ മാറുന്നുണ്ട് ഫോഴ്സിന്റെ. അപ്പൊ എന്താണ്? വാരിയബിൾ ഫോഴ്സ് ആണ്. വാരിയബിൾ ഫോഴ്സിന്റെ വർക്ക് ഡൺ കിട്ടാൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഇവിടെ എഫ് ഡി വൈ എന്ന് എഴുതേണ്ടി വരും. ഇവിടെയല്ല, കാരണം വൈ ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ഈക്വൽ ടു ഫോഴ്സ് എത്രയാ? ഫോഴ്സ് ഉള്ളത് 20 പ്ലസ് 10y എന്നാണ് ഇൻറ്റു ഡി വൈ. ലിമിറ്റ് നോക്ക് നിങ്ങൾ. 0 തൊട്ട് 1 വരെയാണ് പറഞ്ഞത്. ഇന്റഗ്രേറ്റ് ചെയ്യാലോ. 20 ഇന്റഗ്രേറ്റ് ചെയ്താൽ 20y എന്ന് വരും. പ്ലസ് 10y ഇന്റഗ്രേറ്റ് ചെയ്താൽ y²/2. 0 തൊട്ട് 1 വരെ ഇത് കട്ടാവും. ഇവിടെ 5 വരും. എന്ത് വന്നു? 20y പ്ലസ് 5y² എന്നാണുള്ളത്. 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാലോ. അപ്പർ ലിമിറ്റ് കൊടുത്താൽ 20 × 1 20 പ്ലസ് 5 × 1² 5 മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ മൊത്തം 0 ആയി പോകും. അപ്പൊ 20 പ്ലസ് 5 എത്ര ആൻസർ വരുന്നത്? 25 ജൂൾ ആണ് നമുക്ക് ആൻസർ കിട്ടുക. 25 ജൂൾ. ഓപ്ഷൻ 4. റെഡി അല്ലേ? അപ്പൊ എന്തായി? നമ്മൾ വാരിയബിൾ ഫോഴ്സിന്റെ കേസുകൾ പറഞ്ഞു. ഇനി നമ്മളൊരു എക്സ്ട്രാ ഒരു പോയിന്റ് പറഞ്ഞില്ലാണ്, ഏരിയ കാണുന്ന ടൈപ്പ് ഗ്രാഫ് തരുന്നത്. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നോക്ക്, ഗ്രാഫ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ഫോഴ്സ് എഫ് ആൻഡ് ദി പൊസിഷൻ എക്സ് ഓഫ് എ ബോഡി ഈസ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ ഗ്രാഫ്. ഇതിൽ വൈ ആക്സിസിൽ എന്താണ്? ഫോഴ്സ് ആണ്, ന്യൂട്ടണില്. എക്സ് ആക്സിൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ പൊസിഷൻ ആണ് എക്സ്. എന്നിട്ട് എന്താ ചോദിച്ചത്? ദി വർക്ക് ഡൺ ഇൻ ഡിസ്പ്ലേസിംഗ് ദി ബോഡി ഫ്രം എക്സ് ഈക്വൽ ടു 1 meter ടു എക്സ് ഈക്വൽ ടു 5 meter വിൽ ബി. ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 തൊട്ട് 5 വരെ. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 തൊട്ടിട്ട് 5 വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ഏരിയയാണ് കിട്ടേണ്ടത്. 1 തൊട്ടിട്ട് 5 വരെ. അപ്പൊ അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. ഒരിക്കലും ഏരിയ എടുക്കുമ്പോൾ മൊത്തം കാണുന്ന ഗ്രാഫ് ഒന്നായിട്ട് ഏരിയ എടുക്കല്ല. ഇവിടെ ടൈം നോക്കേണ്ടി. എക്സ് ഈക്വൽ 1 meter ടു എക്സ് ഈക്വൽ 5 meter എന്ന് അതിനകത്ത് പറയണത്. അപ്പൊ 1 തൊട്ട് 5 വരെ എന്ന് പറയുമ്പോൾ ഈ ഏരിയ പെടും. ഈ റെക്റ്റാങ്കിളും പെടും ഇല്ലേ? പിന്നെയോ ഈ റെക്റ്റാങ്കിൾ പെടും, ഈ ട്രയാങ്കിളും പെടും. ഇത്രയല്ലേ ഉണ്ടാവുക? 3 റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും ഉണ്ടാവുക. അതിനകത്ത് തന്നെ ഈ റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ, ഇത് എക്സ് ആക്സിന്റെ താഴോട്ടല്ലേ വരുന്നത്. അപ്പൊ അതിന്റെ ഏരിയ നമ്മൾ നെഗറ്റീവ് എടുക്കണം. അതൊക്കെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷനിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ നോക്കിക്കോ, ഈ റെക്റ്റാങ്കിൾ ഏരിയ എത്ര ഉണ്ടാവുക? ഈ റെക്റ്റാങ്കിൾ ഏരിയ ലെങ്ത്തിന്റെ ഇവിടെ എടുത്തു കൊടുത്താൽ ലെങ്ത് എത്രയാ? 10. ഇവിടെ എടുത്ത് എത്രയാ? 1 അല്ലേ ഇത് വരിക. അപ്പൊ 10 × 1 10. അതേപോലെ ഇതിന്റെ ലെങ്ത് എത്രയാ വരുന്നത്? 5 അല്ലേ വരുന്നത്. നോക്ക്, 5 റെഡി. 5 ഇത് 1ഉം 5 × 1 5 വരും. ഇത് ഇവിടെ ഉള്ള ഏരിയ എത്രയാ? ഇത് താഴെയാണ് വരുന്നത്. അപ്പൊ ഇത് 1 × 5 അല്ലെ. അപ്പൊ 5 തന്നെ. ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ ആകുമ്പോൾ ഹാഫ് BH എടുക്കണം. ഹൈറ്റ് എത്രയാ? 10 അല്ലേ. നോക്കുക, 10 അല്ലേ വരുന്ന ഹൈറ്റ്. ബേസ് എത്രയാ വരുന്നത്? 1ഉം. അപ്പം ഹാഫ് BH ചെയ്താൽ ഹാഫ് ഇൻറ്റു ബേസ് 1 ഹൈറ്റ് 10. അപ്പൊ എത്ര വന്നു? 5 വന്നു. റെഡി അല്ലേ? ഇങ്ങനെയാണുള്ളത്. അപ്പൊ വർക്ക് ഡൺ എങ്ങനെ കിട്ടും? വർക്ക് ഡൺ ഇവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഏരിയ 10, അടുത്തത് +5, അടുത്തത് -5, പിന്നത്തേത് +5, ഇങ്ങനെ ഉണ്ടാവുക. ഈ മൂന്നാമത്തെ ഈ ഏരിയ നമ്മൾ എന്തെടുത്തോളണം? നെഗറ്റീവ് എടുത്തോളണം. അപ്പൊ ആൻസർ ഇത് കട്ടായി പോകും. ആൻസർ വരിക 15 ജൂൾ ആണ്. ഓപ്ഷൻ 2 ഇതാണ് ആൻസർ കിട്ടേണ്ടത്. റെഡി അല്ലേ?
അടുത്ത പറയാലോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇത് വാരിയബിൾ ഫോഴ്സ് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത വാരിയബിൾ ഫോഴ്സ് ഒക്കെ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. ഇനി വാരിയബിൾ ഫോഴ്സ് എങ്ങാനും ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എ ടൈം ഡിപ്പെൻഡന്റ് ഫോഴ്സ് F ഈക്വൽ ടു 60. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. ടൈം മാറുമ്പോൾ ഫോഴ്സ് മാറും, വാരിയബിൾ ഫോഴ്സ് ആണ്. ആക്ട്സ് ഓൺ എ പാർട്ടിക്കിൾ ഓഫ് മാസ് 1 കിലോഗ്രാം. അപ്പൊ ഫോഴ്സ് കിട്ടി, മാസും കിട്ടി. If the particle starts from rest, the work done by the force during the first 1 second will be. വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഡ്യൂറിങ് ദി ഫസ്റ്റ് 1 സെക്കൻഡ്. ആദ്യത്തെ 1 സെക്കൻഡിൽ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ ഒരിക്കലും നമുക്ക് വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ഡി എക്സ് വെച്ചിട്ട് കിട്ടൂല. കാരണം ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയൂല. നോക്ക്, വർക്ക് ഡൺ ഈക്വൽ ടു ഇന്റഗ്രൽ ഫോഴ്സ് 6t എന്നാണ് ഇൻറ്റു ഡി എക്സും ആണ്. ഇവിടെ വാരിയബിൾ വരുന്നത് ടി ആണ്, എന്നാൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എക്സും ആണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയൂല. അപ്പൊ പിന്നെ ഒന്നുകിൽ വാരിയബിൾസിനൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. പക്ഷെ ഒന്നുകൂടെ ഇങ്ങനത്തെ ടൈപ്പിൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സിന്റെ വർക്ക് കാണാൻ ഒന്നുകൂടെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്ന മെത്തേഡ് ഞാൻ പറയാം. ഓക്കെ, മെത്തേഡ് നോക്കിക്കോ. എങ്ങനെയാണുള്ളതെന്ന് വെച്ചാൽ എഫ് ഈക്വൽ ടു 6t ആണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എം എ അല്ലേ? എം എ ഈക്വൽ ടു 60. മാസ് എത്രയാ? 1 കിലോഗ്രാം. അപ്പൊ ആക്സിലറേഷൻ കിട്ടി 60. റെഡി? ആക്സിലറേഷൻ കിട്ടി 60. ആക്സിലറേഷൻ 60 വന്നപ്പോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി അല്ലേ? ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 60. അപ്പൊ ഡി വി ഈക്വൽ ടു 6t ഡി ടി. ഇനി ഇതിനെ നമുക്ക് അങ്ങ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി v, ടൈം 0 to t. അപ്പൊ ഡി വി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? v വരും. റൈറ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 6 കോൺസ്റ്റന്റ് ആണ്. ടീനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ t²/2. ഇത് കട്ടാവും, 3 വരും. അപ്പൊ വെലോസിറ്റി എന്താ വരുന്നത്? 3t² എന്നാണ് വരുന്നത്. റെഡി? 3t². അപ്പൊ വെലോസിറ്റി കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? വർക്ക് ഡൺ. ഇനി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം വർക്ക് ഡൺ ഈക്വൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി യൂസ് ചെയ്യാണ്. അതായത് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം എങ്ങനെയാ കിട്ടുക? ½ mv² - ½ mu². റെഡി? വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി ഏതായാലും 0 ആണ്. അതുകൊണ്ട് ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ആയി പോകും. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇനി ഫൈനൽ വെലോസിറ്റി കിട്ടണം. അതിന് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം 1 സെക്കൻഡ് ആവുമ്പോഴല്ലേ? ആദ്യത്തെ 1 സെക്കൻഡിലുള്ള വർക്ക് ഡൺ ആ ചോദിച്ച്. അപ്പൊ ടൈം 1 സെക്കൻഡ് കൊടുത്താൽ വെലോസിറ്റി എത്രയാ വരിക? 3 മീറ്റർ/സെക്കൻഡ് ആണ് വരിക. ഈ 3 മീറ്റർ/സെക്കൻഡ് ഇവിടെ കൊടുക്ക്. അപ്പൊ ½ ഇൻറ്റു വെലോസിറ്റി. മാസ് എത്രയാ? 1 കിലോഗ്രാം. വെലോസിറ്റി എത്രയാ? 3². അപ്പൊ എത്രയാ വരുന്നത്? 3ന്റെ സ്ക്വയർ 9. 9/2 എന്ന് വരും. അപ്പൊ എത്രയാ വരുന്നത്? 4.5 ജൂൾ ആണ് നമുക്ക് ആൻസർ കിട്ടുക. 4.5 ജൂൾ. ഓപ്ഷൻസിൽ നോക്ക്, 4.5 ജൂൾ. റെഡി അല്ലേ? ഇതാണ് ആൻസർ ഉണ്ടാവുക. അപ്പൊ മറന്നു പോകരുത്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് വന്നാൽ പ്രശ്നമാണ്. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് വന്നാൽ ഒരിക്കലും നമുക്ക് ഈ എക്സിന്റെ ടേംസിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ആ ഫോഴ്സിന് എന്ത് ചെയ്യുക? ഫോഴ്സിൽ നിന്നും ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ട് മാസ് ക്വസ്റ്റ്യനിൽ തരും. ഇവിടെ 1 കിലോഗ്രാം ആണ്. എന്നിട്ട് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇനീഷ്യൽ ഫൈനൽ വെലോസിറ്റി വെച്ചിട്ട് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയിൽ കൊടുത്താൽ നമുക്ക് വർക്ക് ഡൺ കിട്ടും. ഇതാണ് വർക്ക് എനർജി തിയറം. റെഡി അല്ലേ? ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്.